തീർച്ചയായും നമുക്കറിയാലോ കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായം ഈഴവ സമുദായമാണ്. പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷ ജനതയെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ സ്വാഭാവികമായിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ആളുകൾ എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈഴവ സമൂഹമാണ്. എല്ലാ കാലഘട്ടത്തിൽ ഈഴവ സമൂഹത്തെ ഒരു വോട്ട് ബാങ്ക് മാത്രമായിട്ടാണ് കാണാറ്. ഈഴവ സമുദായം പൊതുവെ ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വടിപിടിക്കാനും കൊടിപിടിക്കാനും ഈ ചാവേറുകളായി മാറുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ BJP നേതൃത്വം കൃത്യമായിട്ട് ഈഴവ സമുദായത്തിന് നൽകിയിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാം, ഈ മോഡി മന്ത്രിസഭയിൽ തന്നെ ഒരു മന്ത്രി ഉണ്ടായിട്ടുള്ള ഈഴവ സമുദായത്തിലെ വി മുരളീധരനാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, അങ്ങനെ അനവധി BJPയിൽ ഈഴവ നേതാക്കളുടെ വലിയൊരു നിര തന്നെ BJPക്ക് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് BDJS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇപ്പം നമുക്കറിയാം ഈഴവരുടെ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ SNDP ആണ്. SNDP യോഗവും BJPയും തമ്മിലുള്ള ബന്ധം, SNDP യോഗത്തിലെ അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെയും അല്ലെങ്കിൽ ആശീർവാദത്തോട് കൂടിയിട്ട് തുഷാറിന്റെ നേതൃത്വം നടക്കുന്ന BDJS, ആ സംവിധാനങ്ങളൊക്കെ ഇന്ന് സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് BJPയോടാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ ശിവഗിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട, കേരളത്തിന് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ശിവഗിരി മഠം പരസ്യമായിട്ട്